ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹരനെ കൂട്ടിക്കൊണ്ട് മരിയ നൈസായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ കിരണിനെ കല്യാണിനെ കാണുമ്പോൾ തന്നെ മനോഹരനെ കാര്യം മനസ്സിലായി. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഈ പ്രാവശ്യം അമേരിക്ക യാത്ര നടക്കില്ല എന്ന് മനോഹരനെ മനസ്സിലായിട്ടോ. മനോഹരോട് കിരൺ ചോദിക്കണ്ടേ, അല്ല നീ എന്താടാ കഴിഞ്ഞ ദിവസം മാഡം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു നല്ലൊരു വർക്ക് തരാൻ പോയപ്പോൾ ഞങ്ങളുടെ കമ്പനി കൊള്ളില്ല എന്നൊക്കെ നീ പറഞ്ഞത് എന്താടാ, അത്ര മോശപ്പെട്ട വർക്കാണോ ഞങ്ങൾ ചെയ്തു കൊടുക്കണത് എന്ന് ചോദിക്കുകയാണ് കിരൺ. അവിടെ നിന്നിട്ട് ഒരു ഗ്വാട്ട മനോഹർ ആ സമയത്ത് കല്യാണി ചോദിക്കണ്ടേ, എല്ലടാ മനോഹരെ, ഇത് നിന്റെ എത്രാമത്തെ ഭാര്യയാണ് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കാട്ടോ മനോഹർ. പെട്ടെന്ന് തന്നെ മരിയ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇവന്റെ ഒരേ ഒരു ഭാര്യയാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അത് ഇവൻ പറയട്ടെ മേഡം, ഇവൻ പറയട്ടെ, ഇവന് തന്നെ നിശ്ചയമില്ല ഇവൻ എത്ര ഭാര്യമാരുണ്ട്, അതിലെത്ര കുട്ടികളുണ്ടെന്ന്. എന്റെ കസിനെയും ഇവ വിവാഹം കഴിച്ചിരുന്നു, അവളിപ്പോ പ്രാന്താശുപത്രിയിലാണ്. ഇവന് തലടിച്ചു വിട്ടത് എങ്ങനെയാണെന്ന് മാഡത്തിനോട് പറഞ്ഞത്? അത് അവന് ഏതോ ഒരു ശത്രുക്കള് രാത്രി കള്ളന്മാരാണെന്ന് തോന്നുന്നു വീട്ടിൽ കയറി ആക്രമിച്ചതാണെന്ന്. വീട്ടിൽ കയറി ആക്രമിച്ചതൊന്നല്ല, ഇവന്റെ തല അടിച്ചു പൊട്ടിച്ചത് എന്റെ ആന്റിയുടെ മോള് തന്നെയാണ്. അവളെയും ഇവിടെ ഇവൻ പറ്റിച്ച് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അവള് സത്യങ്ങളെ കണ്ടപ്പോ ഇവര് തലമണ്ട അടിച്ച് പൊട്ടിച്ചാണ്. ഇവൻ മരിച്ചു എന്ന് അവള് കരുതിയത്. പക്ഷെ ഇവൻ പെട്ടെന്നൊന്നും മരിക്കില്ലല്ലോ. എത്ര അടി കൊണ്ടാലുവേ പാമ്പിനെ പോലെയാ അവിടെ നിന്ന് അങ്ങോട്ട് ജീവനോടെ വരും. അതുപോലെ തന്നെയാ ഇവന്റെ സ്വഭാവം. ഇവനെ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി അവളെ ഇവനിപ്പൊ കൊല്ലാൻ വേണ്ടി നടക്കുവാണ് എന്ന് പറയാണ്. അത് മാത്രല്ല, അവൾക്ക് തലക്കാങ്കി സുഖമില്ലാതായും ചെയ്തു. അതുപോലെ തന്നെ എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം ഇവൻ തൊലച്ചത് മേഡത്തിന് അറിയാവോ? ആണുണ്ട മനോഹരെ, ഇവര് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ മനോഹർ പറഞ്ഞ, അയ്യോ മരിയെ, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ, ഇവര് പറഞ്ഞതൊക്കെ നുണയാ മരിയെ എന്ന് പറയാണ്. എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ അസൂയ അവൾക്ക് എന്ന് കല്യാണിനെ കാണിച്ച് മനോഹർ പറയുമ്പോഴേക്കും കല്യാണി ഒറ്റ അടി വെച്ച് മനോഹറിന്റെ മുഖത്തേക്ക് കൊടുക്കാണ്. ഞാൻ എപ്പോഴാടാ നിന്റെ അമ്മാവന്റെ മോളായത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും മരിയ പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചത് ഞങ്ങളൊക്കെ വെറും മണ്ടിമാരാണെന്നോ? പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ വെറും മണ്ടിമാരാണെന്നോ നിന്റെ വിചാരം? എങ്കിലേ നീ അങ്ങനത്തെ പെണ്ണുങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനത്തെ പെണ്ണുങ്ങൾ മാത്രമല്ലടാ, നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള പെണ്ണുങ്ങളുണ്ട് എന്ന് പറയാണ്. നീ എന്താ വിചാരിച്ചത് നിന്നെ കുറിച്ച് സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നോ? നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ കാണാൻ വേണ്ടി തലപൊട്ടിയ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്ന് പറയുന്നത്. നിന്നെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറയാണ്. ഇവിടെ നിന്നെ കൊണ്ടുവന്നത് വെറുതെ ഒന്നുമല്ല, നീ ഇനി മുതൽ നിൽക്കാൻ പോണത് ഇവിടെയാടാ, ഈ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുമ്പോൾ തന്നെ മനോഹർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും പോലീസുകാരൊക്കെ കയറി പിടിക്കട്ടെ മനോഹറിന്. അങ്ങനെ അങ്ങ് പോയാലോ മനോഹർ സാറേ, സാറിനെ വിട്ടെ ഇവിടെ എല്ലാവരുടെയും കൈ ധരിക്കുക മേത്ത് കൈ വെക്കാനായിട്ട്. സാറ് വാ, എല്ലാരെയും സാറിനൊന്ന് പരിചയപ്പെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോഴേക്കും ഞങ്ങൾ പോയിക്കോട്ടെ സാറേ എന്ന് കിരൺ ചോദിക്കണം. ആ പോയിക്കോ. അല്ല, നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കും, ഇന്നിപ്പോ സമയമില്ലല്ലോ. അപ്പോ വരില്ല എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും വരും. ഇവൻ കോടതിയിൽ നിന്ന് വെള്ളം കുടിക്കണതും പിന്നെ ഇവനക്കെതിരെ സാക്ഷി പറയുന്ന പെണ്ണുങ്ങളും എല്ലാം കൂടി ആഘോഷമാക്കണമല്ലോ നമുക്ക്. ഇവന്റെ കല്യാണം മാത്രം ആഘോഷമാക്കിയാൽ പോരല്ലോ, ഇവൻ ജയിലിൽ പോണതും ആഘോഷമാക്കണം. ഒരുപാട് വാർത്തകൾ ടിവിയിലും അതുപോലെ പത്രത്തിലൊക്കെ വേണം. ഇവൻ പറ്റിച്ച പെണ്ണുങ്ങളൊക്കെ ആ വാർത്ത കണ്ട് അവർക്ക് ഒരു സമയത്തെങ്കിലും സന്തോഷിക്കാനാവണം എന്നൊക്കെ കിരൺ പറയാണ്. ശേഷം മനോഹരനെ കൂട്ടിക്കൊണ്ട് ജയിലിലേക്ക് പോവാട്ടെ നമ്മുടെ പോലീസ്. മരിയ എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ഇപ്പൊ വീട്ടിലേക്കാണോ? അതെ, വീട്ടിലേക്ക് പോവാണ്. 4 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. എന്തായാലും നാളെ കോടതിയിലേക്ക് വരുന്നുണ്ട്. അവൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് എനിക്കും കാണണം എന്ന് മരിയ പറയാണ്. ശേഷം കിരണും കല്യാണി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. മരിയ ഒരിക്കൽ കൂടി മനോഹരനെ കാണാൻ വേണ്ടി ജയിലിന്റെ ഉള്ളിലേക്ക് കയറുവാട്ടോ. അവിടെ മനോഹർ സെല്ലിന്റെ ഉള്ളിൽ കിടക്കാണ്. മനോഹരോട് മരിയ പറയുന്നുണ്ട്, അതെ എടാ, നിനക്ക് അമേരിക്കയിൽ പോകണ്ടേ? പിന്നെ എന്റെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ട്. ഒരെണ്ണം നിനക്ക് വേണ്ടി എടുത്താണ്. നിനക്കിനി അമേരിക്ക വരാൻ പറ്റില്ലല്ലോ. ഇനി മറ്റേ ടിക്കറ്റ് കൊണ്ട് ഞാൻ 4 ദിവസം കഴിയുമ്പോ അമേരിക്കയിൽ പോവാടാ. പക്ഷെ അതിനു മുമ്പ് നാളെ നിന്നെ കോടതിയിൽ ഹാജരാക്കിയല്ലേ, ഞാനും ഉണ്ടാകും നിന്റെ കോടതിയിൽ നിനക്ക് വേണ്ടി സാക്ഷി പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് മരിയ അവിടെ നിന്ന് പോകുന്നുണ്ട്. മനോഹർ ആണെങ്കിൽ ആകെ പെട്ടിരിക്കാട്ടോ. ശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുൽ വേഗം ഗംഗപ്രസാദിനോടും കിരണിനോടും വന്ന് പറയുന്നുണ്ട്, അതെ അറിഞ്ഞോ നിങ്ങള്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറയാണ്. ഗുഡ് ന്യൂസോ? അതെന്താ ചോദിക്കുമ്പോഴേക്കും, അതെ മനോഹർ ഇവിടെ ജയിലിൽ വന്നിട്ടുണ്ട്. അവൻ ഇവിടെയോ? എന്താ കേസ് എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോ, കൊള്ളാം ഗംഗെ, നിനക്ക് അവന്റെ കേസ് ഒന്നും അറിയില്ലേ? ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ചതല്ലേ, അവസാനം അവൻ പെട്ടു, ഇപ്പൊ ജയിലിലാണ്. ഇനി ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പോണില്ല. പക്ഷെ നാളെ അവനെ റിമാൻഡ് ചെയ്താ ഈ ജയിലിൽ തന്നെ കൊണ്ടുവരുമെന്നൊരു സംശയമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, നാളെ റിമാൻഡ് ചെയ്താൽ ചിലപ്പോ അവൻ ഇവിടേക്കല്ല വേറെ ഏതെങ്കിലും ജയിലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജയിലിൽ ഇന്നൊരു ദിവസം നമുക്ക് കിട്ടും. ഇന്ന് എനിക്ക് എന്റെ കൈത്തിരിപ്പ് ശരിക്കും അവനിൽ മാറ്റണം എന്ന് പറയാണ്. ഗംഗപ്രസാദ് പറയണ്ട, അങ്കിളെ
അതൊന്നും വേണ്ട, വലിയ ഇഷ്യൂ ആവും എന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാരില്ലടാ, എനിക്ക് എന്തായാലും എന്റെ മോളെ പറ്റിച്ച് അവനെ 2 അടി കൊടുത്താലേ സമാധാനാവുള്ളൂ എന്ന് രാഹുൽ ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ. ശേഷം രാഹുൽ അവിടെ നിന്ന് പോവുകയാണ്. ഗംഗപ്രസാദിനോട് വിക്രം പറയണ്ട്, ചേട്ടാ ദേ ഈ അങ്കിളിന് ഇപ്പോഴും അറിയില്ല കേട്ടോ മനോഹറും ചേട്ടനും ഫ്രണ്ട്സ് ആണെന്ന്. അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്കിളുടെ ഏറ്റവും വലിയ ശത്രു ചേട്ടനായിരിക്കും. അയാൾ അറിയണമെങ്കിൽ അറിയട്ടെടാ, അല്ലെങ്കിൽ വയസ്സായ അയാളെ കുറിച്ച് അയാളെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? ഇയാളെക്കാളും 10 ഇരട്ടി വലിപ്പുള്ള ആൾക്കാരെ എനിക്ക് പുറത്തുണ്ട്. അല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തിറങ്ങും എന്ന് പറയാണ്. എന്തായാലും ചേട്ടനൊന്ന് സൂക്ഷിക്കണം, സത്യങ്ങളൊക്കെ ഇയാൾ അറിയുകയാണെങ്കിൽ ചേട്ടന് പുറത്തുവിടാൻ അയാൾ സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. ഇയാളുടെ സ്വഭാവം ഇയാളുടെ മോളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ചേട്ടനോട് ഞാൻ പറയുന്നത് എന്ന് വിക്രം ഗംഗപ്രസാദിനോട് പറയാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരയുവിനെയാണ്. സരയു അങ്ങനെ താരയുടെ കൂടെ സുഖമായിട്ടിരിക്കട്ടോ. താര സരയുവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സരയു പറയണ്ട, അമ്മേ എനിക്കൊരു ആഗ്രഹമുണ്ട്, അമ്മയുടെ കൈകൊണ്ട് എനിക്ക് ചോറ് വാരി തരണം എന്ന് പറയുമ്പോൾ താരയ്ക്ക് ഭയങ്കര സന്തോഷാവാണ്. താര ചോറ് സരയുവിനെ കൊടുക്കാട്ടോ. സരയു പറയണ്ട്, പൊട്ടുകാരനോട് പറയണ്ട, അമ്മേനോട് ക്ഷമിക്കണം, അമ്മ എന്നെ സ്നേഹിക്കാൻ വന്ന സമയത്തൊക്കെ ഞാൻ അമ്മേനെ തള്ളി മാറ്റിയിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പൊ മനസ്സിലാവുന്നുണ്ട് ഒരു അമ്മയുടെ പെറ്റമ്മയുടെ ശരിക്കും വാത്സല്യവും സ്നേഹവും അത് വേറെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരി ഭക്ഷണവും കഴിക്കാണ്. ശേഷം താരെടുത്ത് പറയണ്ട്, അമ്മേ എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. കൺമണിമോളെ കണ്ടിട്ട് ഒരു ദിവസമായി, നാളെ അമ്മ മോളെ ഒന്ന് കൊണ്ടുവരാവോ? എന്ത് പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവരാന്ന് താര ആക്ഷൻ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാമേ, എനിക്ക് എന്റെ മോളെ കാണണം, അത്രക്ക് ആഗ്രഹമുണ്ട് അത് പറയാണ്. ഞാൻ ശ്രമിക്കാം എന്ന് താര പറയാണ്. ശേഷം താര നേരെ പോണത് രൂപയുടെ വീട്ടിലേക്കാണ്. പിറ്റേ ദിവസം കൺമണി മോളെ ഒരു ദിവസം തന്റെ കൂടെ നിർത്തിക്കോട്ടെ എന്ന് രൂപ എടുത്ത് താര ചോദിക്കുമ്പോ രൂപ പറയുന്നുണ്ട്, അതിന് താരക്ക് ഇവിടെ നിന്നൂടെ, കൺമണിനെ എപ്പോഴും കാണാലോ എന്ന് പറയുമ്പോ താര പറയുന്ന അതിനുള്ള ന്യായം പറയണത് ഇവിടെ ഷാരി ഉണ്ടല്ലോ അതുകൊണ്ട് വേണ്ട എന്നാണ് താര പറയുന്നത് കേട്ടോ. അതിനുശേഷം ശരി ഒരു ദിവസം എന്താ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് രൂപ കൺമണി മോളെ താരയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. രൂപക്കും അതുപോലെ ചന്ദ്രസേനൊക്കെ സംശയമുണ്ട് കേട്ടോ, താരയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ സംശയം തോന്നുകയാണ്. അങ്ങനെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ താര സരയുടെ അടുത്തേക്ക് പോവാണ്. സരയുടെ ഭയങ്കര സന്തോഷമാവാണ്. കുഞ്ഞാണെങ്കിൽ കുഞ്ഞിനും ഭയങ്കര സന്തോഷമാവാട്ടോ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. നമ്മുടെ സരിയ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് കിരണും കല്യാണിക്കും സംശയമുള്ളത് കൊണ്ട് തന്നെ അവർ വീണ്ടും താരയുടെ വീട്ടിലേക്ക് വരുവാണ്. ബെല്ലടിക്കുമ്പോ താര വാതിൽ തുറക്കാണ്. താര എടുത്ത് കിരൺ ചോദിക്കണ്ട, അല്ല ആന്റി ആന്റിനെ കാണാൻ വേണ്ടി സരിയു എങ്ങാനും വന്നിരുന്നോ, അതോ സരിയുവിനെ ആന്റി എപ്പോഴെങ്കിലും റോഡരികെ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നോ? ഇല്ല എന്ന് താര കാണിക്കുന്നുണ്ട്. കല്യാണി പറയണ്ടേ, എന്തിനാ താരാന്റി ഞങ്ങളോട് ഇങ്ങനെ കള്ളം പറയണത്? നോക്ക് താരാന്റി ഇപ്പൊ ജീവനോട് ഉണ്ടെങ്കിൽ അതിനെ കാരണക്കാരൻ കിരണേട്ടന്റെ അച്ഛനല്ലേ, പിന്നെ എന്തിനാ താരാന്റി സ്വന്തം മോളുടെ കാര്യം വന്നപ്പോ ഇത്ര സ്വാർത്ഥത കാണിച്ചത്? ഞങ്ങൾ താരാന്റിയുടെ മോളെ തട്ടിക്കൊണ്ടു പോണൊന്നുമില്ലല്ലോ, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്ത് താരോ കരഞ്ഞുകൊണ്ട് നിൽക്കാട്ടെ. സാരില്ല, ആന്റിയുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ആന്റിക്ക് എന്താണ് അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞങ്ങളൊന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആർത്തും പറയണ്ടെന്ന്. കുഴപ്പമില്ല ആന്റി, ഒരുപാട് നാളിന് ശേഷം ആന്റിക്ക് മോളുടെ സ്നേഹം കിട്ടിയല്ലേ, അതുകൊണ്ട് അവള് പറഞ്ഞതേ ആന്റി വിശ്വസിക്കുള്ളൂ. എന്തായാലും ആന്റിയുടെ പെരുമാറ്റം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നി, അതുകൊണ്ട് ആന്റിനെ ഫോളോ ചെയ്ത് വന്നതൊക്കെ കിരണും കല്യാണിയും പറയാണ്. അങ്ങനെ സരിയു ആയിട്ടുള്ള കാര്യം അവരറിയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് വരാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.